സുഹൃത്തുക്കളെ, എല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഷുഗർ ഫ്രീ പുട്ട് ആണ്. അപ്പോൾ ഷുഗർ ഫ്രീ പുട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് റാഗിപ്പൊടി, 1 കപ്പ് മൾട്ടിഗ്രെയിൻ പുട്ടുപൊടി, 1 കപ്പ് ഷുഗർ ഫ്രീ ഗോതമ്പ് പൊടി എന്നിവയാണ്. ഇനി ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. പുട്ട് തയ്യാറാക്കുന്നതിന് വേണ്ടി ക്യാരറ്റും ബീട്രൂട്ടും അല്പം മുരിങ്ങയിലയും മിക്സിയുടെ ജാറിലേക്കിട്ട് അത് പൊടിച്ചെടുക്കുക. ഈ മിക്സിയുടെ ജാറിലേക്കിട്ട് പൊടിച്ചെടുത്ത ഈ ക്യാരറ്റ്, ബീട്രൂട്ട്, മുരിങ്ങയില ഈ പൊടിയിലേക്ക് അല്പം ഉപ്പും ചേർത്ത് ഈ പുട്ടുപൊടി, അതായത് മൾട്ടിഗ്രെയിൻ ഷുഗർ ഫ്രീ ഗോതമ്പ് പൊടി, റാഗിപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കണം, അത് തിരുമ്മി കൊടുക്കണം. വളരെയധികം നാരുകളുള്ള ഒരു കൂട്ടാണിത്. ആവശ്യത്തിന് മാത്രം വെള്ളം ചേർക്കുക. കാരണം കൂടുതൽ വെള്ളം ചേർത്ത് പുട്ട് ഉണ്ടാക്കുന്ന പരുവത്തിലാണിത് രൂപപ്പെട്ട് വരേണ്ടത്. ആവശ്യത്തിന് മാത്രം വെള്ളം ചേർക്കുക. നല്ല ഫൈബർ കണ്ടൻ്റ് ഉണ്ട് ഇതിൽ, നല്ല ലവണങ്ങളുണ്ട്, നല്ല പോഷക സമ്പുഷ്ടമാണ്. പൊടി നന്നായിട്ട് നനച്ച് പാകപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അടുത്ത പടിയായിട്ട്, പുട്ട് തയ്യാറാക്കുന്ന അടുത്ത പടിയായിട്ട് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. ആ വെളിച്ചെണ്ണ ചൂടായി വന്നതിന് ശേഷം വറുത്ത നിലക്കടല ആ എണ്ണയിലേക്കിട്ട് അത് നന്നായിട്ട് പൊരിച്ചെടുക്കുക. നിലക്കടല ആ എണ്ണയിലേക്കിട്ട് നന്നായിട്ട് അത് വറുത്തെടുക്കുക. നന്നായിട്ടത് ഒന്ന് പാകമായി വരണം. ഞാൻ പൊതുവേ അങ്ങനെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്ന കൂട്ടത്തിലല്ല. പക്ഷേ ഇന്നലെ ഞാനൊരു അമ്പലത്തിലേക്ക് പോയി. അവിടെ അന്നദാനം ഉണ്ടായിരുന്നു. അപ്പോൾ കണ്ടമാനം കഴിച്ചു. രാവിലെ നോക്കുമ്പോഴേക്കും ഷുഗർ നില അല്പം കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ ഷുഗർ നില, പഞ്ചസാരയുടെ അളവ് രക്തത്തിൽ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പുട്ട് ഞങ്ങൾ തയ്യാറാക്കിയെടുക്കുന്നത്. കടല വറുത്തെടുത്തതിന് ശേഷം എണ്ണയിലേക്ക് നന്നായി അരിഞ്ഞെടുത്ത സവാള, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ ഉള്ളിയൊക്കെ അതിൻ്റെ ആ പച്ചമണമൊക്കെ മാറി നന്നായിട്ടത് വഴന്നു വരണം. അപ്പോൾ നന്നായിട്ട് വഴന്നു വരുന്നത് വരെ ഈ ഉള്ളി ഇളക്കി കൊടുക്കുക. ഉള്ളി പാകമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് അല്പം ചതച്ച വറ്റൽമുളക് ചേർക്കുക. ആ വറ്റൽമുളക് ചേർത്തതിന് ശേഷം അതൊന്നുകൂടി അത് ഇളക്കി കൊടുക്കുക. എന്നാൽ ആ പുട്ടുപൊടിയിലേക്ക് ഈ വഴറ്റിയെടുത്ത ഉള്ളി, ഇഞ്ചി, ആ കൂട്ടും അതേപോലെ തന്നെ നല്ല വറുത്തെടുത്ത നിലക്കടലയും തേങ്ങയും ചേർത്ത് ഈ പുട്ടുപൊടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് ഇളക്കി കൊടുക്കുക. പുട്ടുണ്ടാക്കാൻ ആവശ്യമായ പുട്ടുപൊടി റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾക്കത് പുട്ടുകുറ്റിയിലിട്ട് ആവിയിൽ ആ പുട്ട് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം തേങ്ങ ഇടുക, പിന്നീട് ഈ പുട്ടുപൊടി ആ പുട്ടുകുറ്റിയിലേക്ക് ഇടുക, വീണ്ടും തേങ്ങ ഇടുക. അങ്ങനെ ലെയറായിട്ട് നമ്മൾക്കിത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. പുട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾക്കത് എങ്ങനെ എടുത്ത് നോക്കാം. നല്ല നിറമുണ്ട്. നിങ്ങൾ വീട്ടിൽ തന്നെ ഇതുണ്ടാക്കി നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ കൊടുത്ത് നോക്കും. വളരെയധികം മൃദുവാണ്. തൊടുമ്പോൾ തന്നെ ഇങ്ങനെ പൊടിഞ്ഞു വരുന്നുണ്ട്. നല്ല ടേസ്റ്റുണ്ട്. ഇതിന് മറ്റ് കറികളുടെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ പുതുവർഷ പുലരിയിൽ ഇത്രയും ആരോഗ്യദായകമായ ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങളും ശീലമാക്കൂ. ഗുഡ് മോർണിംഗ്. നല്ല ടേസ്റ്റ്, ഷുഗർ ഫ്രീ ഫുഡ്, അടിപൊളി സാധനം. ഈ പുട്ട് എന്ന് പറഞ്ഞാൽ ഇത് കഴിക്കണം. എല്ലാ അസുഖത്തിനും എല്ലാ കാര്യത്തിനും നല്ല സാധനമാണ് ഇത്. ഈ പുട്ട് രുചികരം, സൂപ്പർ. ഷുഗർ ഫ്രീ പുട്ട്, അതെ, നമ്മുടെ ദാമോട്ടൻ്റെ പുട്ട് അടിപൊളിയാണ്.